അസ്സലാമുഅലൈക്കും. എല്ലാവർക്കും ഞാനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ വ്ലോഗ് ആണ്. അപ്പോൾ ഇത് ഒരു ദിവസമായിട്ട് എടുത്ത വീഡിയോ അല്ല, പല പല ദിവസങ്ങളിലായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇനി 8th സ്റ്റാൻഡേർഡിലേക്കാണ്, ഭവൻ ആദർശ വിദ്യാലയയിലാണ് പഠിക്കുന്നത്. 2 വർഷത്തിന് ശേഷമാണ് ഞാൻ സ്കൂളിലോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഓഫ്ലൈൻ ക്ലാസ് ആരംഭിച്ചായിരുന്നു. പക്ഷെ ഇഷ്ടമുള്ളവർക്ക് മാത്രം പോയാൽ മതിയായിരുന്നു. ഞാൻ ഉമ്മയുടെ വീട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇനി സ്കൂളിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെന്റും ഉണ്ട്, ചെറിയൊരു ടെൻഷനും ഉണ്ട്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ വ്ലോഗാണ് ഇത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി കണ്ടിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വാക്സിൻ എടുക്കാനാണ് പോയത്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള കാക്കനാട് ഹെൽത്ത് സെന്ററിലാണ് ഞങ്ങൾ വാക്സിൻ എടുക്കാൻ വേണ്ടി പോയത്. 12ഉം 14ഉം വയസ്സിനിടക്കുള്ള കുട്ടികൾക്കുള്ള വാക്സിൻ ആയിരുന്നു. അപ്പോൾ ആദ്യം ഇരുന്നപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കുത്തി വെക്കുന്ന സമയത്ത് ഒരു ചെറിയ വേദനയുള്ളൂ, അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ 2 ദിവസത്തേക്ക് ചെറുതായിട്ട് കൈവേദന ഉണ്ടായിരുന്നു, പനിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബാഗ് ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഈ ബാഗിന് കേടൊന്നും ഇല്ല, നല്ല ബാഗാണ്, അതുകൊണ്ട് തന്നെ പുതിയത് വാങ്ങിക്കുന്നില്ല. അപ്പൊ 2 വർഷമായിട്ട് ഉപയോഗിക്കാതിരുന്നോണ്ട് തന്നെ നല്ല പൊടിയുണ്ട്. അപ്പൊ അതൊന്ന് വാഷ് ചെയ്തെടുക്കാണ്. അതിനായിട്ട് തന്നെ ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ ഏതെങ്കിലും ഒരു സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ കലക്കിയതിന് ശേഷം ഈ ബാഗ് അതിലേക്ക് ഒന്ന് മുക്കി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു 1-2 മണിക്കൂർ അതിലിരുന്നോട്ടെ, ബാഗിൻ്റെ ചെളിയൊക്കെ ഒന്ന് ഇളകാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് മുക്കി വെച്ചതിന് ശേഷം ഞാൻ ബാഗ് ഒന്ന് ഉരച്ച് കഴുകാനായിട്ടുള്ള ഒരു മിക്സ് തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കോൾഗേറ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ബാഗിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി അതിലേക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് നാരങ്ങനീരും കൂടി ഒഴിച്ചു കൊടുക്കാം. നാരങ്ങനീര് ഞാൻ പിഴിഞ്ഞപ്പോൾ അതിലേക്ക് കുരു ചാടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഞാനൊന്ന് മാറ്റുകയാണ്. അതിനുശേഷം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഞാൻ പുറത്ത് പോയി ഇരുന്നിട്ട് ബാഗ് കുറച്ച് നേരം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തതിന് ശേഷം ഒരു ചകിരിയോ ബ്രഷോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ കുറേ നേരം ഉരച്ചതിന് ശേഷം അത് വാഷ് ചെയ്തിട്ട് ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ഞാൻ സ്കൂളിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പോൾ HNCയിലാണ് പോകുന്നത്. നോട്ട്ബുക്സും കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ പൗച്ച്, പേന, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. കളേഴ്സൊന്നും ഞാൻ വാങ്ങിച്ചില്ല, എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഒരു പൗച്ചാണ്. ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫർ പോലെ ഇരിക്കുന്ന ഒരു പൗച്ചാണ്. അപ്പോൾ അതിന് 210 രൂപയാണ് വില വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൗച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതിനുശേഷം ഒരു മാർക്കറാണ്, കറക്ഷൻ പെൻ, വൈറ്റ് കളറിലെ. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്. പിന്നെ ഒരു പാക്കറ്റ് പെന്നാണ് വരുന്നത്. ലെക്സിയുടെ പെന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ബ്ലൂ കളർ. അപ്പോൾ ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അതിനുശേഷം പിന്നെ ഒരു ബ്ലാക്ക് ലെക്സിയുടെ തന്നെ ഒരു പേന, അത് ഞാൻ പാക്കറ്റായിട്ട് വാങ്ങിച്ചില്ല, ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. പിന്നെ 3 വേറെ പെന്നാണ്, അതിന് 3 കളറാണ്, ബ്ലാക്ക്, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഇങ്ങനത്തെ കളറുകളാണ്. പിന്നെ ഞാനൊരു ഹൈലൈറ്റർ വാങ്ങിച്ചു, ഇത് ഗ്രീൻ കളറാണ്. എൻ്റെ കയ്യിൽ നേരത്തെ വേറെ കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. പിന്നെ 2 കീ ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡോറിമോൻ്റെയും പിന്നെ ഒരു ഡോളിൻ്റെയും കീ ചെയിൻ ആണ്. അതിനുശേഷം പിന്നെ ഒരു സ്റ്റാപ്ലർ പിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാപ്ലർ പിന്നെ ഏറ്റവും അത്യാവശ്യമാണ്, ബുക്ക് പൊതിയാൻ നേരത്ത് കുറേ സ്റ്റാപ്ലേഴ്സ് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഒരു സ്കെയിലാണ്, ഈ സ്കെയിൽ ഡോമെക്സിന്റെ സ്കെയിലാണ്. ഇതിന് 5 രൂപയാണ് വില വരുന്നത്. അടുത്തത് തന്നെ ഡോമെക്സിന്റെ തന്നെ പെൻസിൽസ് ആണ്. അതിൽ തന്നെ ഒരു റബ്ബറും കട്ടറും ഫ്രീ ആയിട്ടുണ്ട്. പെൻസിൽ ഞങ്ങൾക്ക് ഇത്തവണ അധികം ആവശ്യമില്ല, കാരണം ഞങ്ങൾ പെന്നാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ജോമെട്രി ബോക്സ് ആണ് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. 2 ബോക്സ് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അടുത്തതായിട്ട് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലാണ്. ഇതൊരു ഗിഫ്റ്റ് സെറ്റ് പോലെ ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇതിൽ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ആണ് ഉള്ളത്. സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിലാണ്, അതിൽ കുറച്ച് കോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സെല്ലോയുടെ ബ്രാൻഡാണ്. അപ്പോൾ ഇത് നല്ല ചൂടുവെള്ളത്തിലിട്ടൊന്ന് കഴുകണം, കാരണം ഇത് ഒന്നും യൂസ് ചെയ്യാത്തതായതുകൊണ്ടും പിന്നെ അതിൽ മരുന്നൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ലഞ്ച് ബോക്സ്, ഇതിങ്ങനെ വരും. എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 3
ബോക്സസ് ആണ്. ചെറിയ ബോക്സ് ആണ്. ചിലപ്പോഴാണ് ഞാൻ ലഞ്ച് ബോക്സ് ഞാൻ ഇത് യൂസ് ചെയ്യുള്ളൂ. കാരണം ഈ ലഞ്ച് ബോക്സ് കുറച്ച് ചെറുതാണ്. 3 ബോക്സുകൾ ഉണ്ടെങ്കിലും ചോറൊന്നും വെക്കാനായിട്ട് കഴിയില്ല. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെ തോന്നുന്നുണ്ട്. എൻ്റെ കയ്യിൽ കഴിഞ്ഞ വർഷത്തെ ലഞ്ച് ബോക്സും കൂടി ഉണ്ട്. അപ്പോൾ അതായിരിക്കും കൊണ്ടുപോകുക. അടുത്തതായിട്ട് ബാഗ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. 2 ദിവസം കൊണ്ടാണ് ഉണങ്ങിയത്. കാരണം ഇവിടെ കുറച്ച് മഴയായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. നേരത്തെ കാണിച്ച ഡോറേമോന്റെ കീ ചെയിൻ ഞാൻ ബാഗിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച ഡോളിന്റെ കീ ചെയിനും ഞാൻ എൻ്റെ പൗച്ചിലേക്ക് ഹാങ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് ഞാൻ എൻ്റെ ബുക്സ് ഒക്കെ പൊതിയാണ്. കുറച്ചൊക്കെ ഞാൻ പൊതിഞ്ഞു. ബാക്കിയെല്ലാം ഉമ്മയാണ് പൊതിയുന്നത്. അതിനുശേഷം ഞാൻ സ്റ്റാപ്ലെയർ ചെയ്യുന്നുണ്ട്, നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. സാധാ നോർമൽ ബ്രൗൺ പേപ്പർ കൊണ്ടാണ് കവർ ചെയ്തത്. ചിലർ ടേപ്പാണ് യൂസ് ചെയ്യുക. ഞങ്ങൾ സ്റ്റാപ്ലെയർ ആണ് യൂസ് ചെയ്യാറ്. അങ്ങനെ ഞങ്ങൾ സ്റ്റാപ്ലെയർ അടിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലെയിൻ നെയിം സ്ലിപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ അവിടെ ഇന്ന് കുറച്ച് ബുക്സിലൊക്കെ നെയിം സ്ലിപ്പ് ഒട്ടിച്ചു. ബാക്കിയുള്ളതിലും കൂടി ഒട്ടിക്കാനുണ്ട്. നെയിം സ്ലിപ്പ് ഒട്ടിച്ചതിന് ശേഷം പിന്നെ പേരെഴുതലാണ്. പേരും ക്ലാസ്സും ഞാൻ എഴുതി. പിന്നെ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാണ്. പഴയ ബുക്സും എല്ലാ സംഭവങ്ങളും സ്റ്റഡി ടേബിളിൽ നിന്ന് എടുത്ത് മാറ്റാണ്. സ്റ്റേഷനറി ഐറ്റംസ് ആണെങ്കിലും എല്ലാം എടുത്ത് മാറ്റാണ്. അതിനുശേഷം നല്ല പൊടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് പൊടി പിടിക്കുന്നതാണ് എൻ്റെ സ്റ്റഡി ടേബിള്. അതുകൊണ്ടാണ് ഞാൻ ഫിനോയിലൊക്കെ യൂസ് ചെയ്തിട്ട് തുടയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പൊ പൊതിഞ്ഞ പുതിയ ബുക്സുകളൊക്കെ എടുത്തു വെക്കുകയാണ്. പിന്നെ 2 ജോമെട്രി ബോക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതാണിത്. അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. പിന്നെ കുറച്ച് ബോക്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും വെച്ചു. പിന്നെ പെൻസിൽ വെച്ചു. കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ആണ് അടിയിലത്തെ കളിയിൽ വെക്കുന്നത്. പിന്നെ ഞാൻ 2 പാത്രത്തിലായിട്ടാണ് റബ്ബറും കട്ടറും ഇട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ 2 ബുക്സ്, കുറച്ച് ചെറിയ സ്മോൾ ആയിട്ടുള്ള ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചു. സ്റ്റാപ്ലെയർ എല്ലാം അടിയിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഐസ്ക്രീം ടിന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തതാണ്. അതിലൊക്കെയാണ് ഞാൻ പെൻസിലും പെന്ന്, ബ്രഷസ് അതൊക്കെ ഇട്ട് വെക്കുന്നത്. പിന്നെ ഞാനൊരു ബോട്ടിലിൽ പെയിന്റ് ഒക്കെ അടിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു പൂ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്റ്റഡി ടേബിൾ ക്ലീനിങ് കൂടെ കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസ്. ഇനി നമുക്ക് സ്കൂളിലേക്ക് പോകലാണ്. ചെറിയൊരു ടെൻഷൻ ഉണ്ട്, പിന്നെ നല്ല എക്സൈറ്റ്മെന്റും ഉണ്ട്. ഒരു ദിവസം ഞങ്ങൾ യൂണിഫോം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ യൂണിഫോം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ യൂണിഫോം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷർട്ടാണ്. അപ്പം ഇത് ഞങ്ങളുടെ യൂണിഫോമിന്റെ മോൾ ഭാഗത്ത് കൂടി ഇടുന്നതാണ്. ഇവിടെ ഞങ്ങളുടെ സ്കൂളിന്റെ എംബ്ലം ഉണ്ട്. പിന്നെ വരുന്നത് ഈ ഷർട്ടാണ്. ഈ ഷർട്ട് ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ കൂടെയാണ് ഈ സംഭവം ഇടേണ്ടത്. ഷർട്ടും ഒരു ബ്ലൂ കളറാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം.